നമുക്കൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ ഇപ്പോൾ ചേരുന്നുണ്ട് തത്സമയം. നമസ്കാരം ശ്രീ പത്മകുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ 8ാമത്തെ പ്രതിയാക്കിക്കൊണ്ടാണ് 2ാമത്തെ FIR ഇപ്പോൾ SIT ഇട്ടിരിക്കുന്നത്. താങ്കളുടെ ആദ്യ പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ? കാരണം തിരുവിതാംകൂർ ശബരിമലയിൽ ഏറ്റവും വിവാദമുണ്ടാവുന്ന സമയത്ത് പ്രസിഡന്റ് ആയിരുന്നു താങ്കൾ, യുവതീ പ്രവേശന വിഷയമൊക്കെ വരുന്ന സമയത്ത്. ഇപ്പോൾ താങ്കളൊരു സ്വർണ്ണക്കൊള്ളക്കേസിലെ ഈ കട്ടളപ്പാളിയുടെ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട സ്വർണ്ണമോഷണ കേസിൽ 8ാമത്തെ പ്രതിയായ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അങ്ങുകൂടി ആ പ്രതിപ്പട്ടികയിലേക്ക് വരികയാണ്. അല്ലാതെ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലായതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ സങ്കടത്തോടു കൂടി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ അറിഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്നതാണ് ഞാൻ വിശ്വാസത്തിലെടുക്കുന്നത്. അങ്ങനെ എൻ്റെ ഭാഗത്ത് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പെശക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. എൻ്റെ ബോർഡ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. എന്തായാലും വരട്ടെ, എന്താ സംഭവം എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അക്കാര്യത്തെ സംബന്ധിച്ച് പ്രതികരിക്കാം. 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും 2ാം പ്രതി കൽപേഷും 3ാം പ്രതി N വാസു കമ്മീഷണറും എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, പിന്നീട് ദേവസ്വം ബോർഡുമാണ്. ഒരുപക്ഷെ ശബരിമലയുടെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടല്ലേ ഒരു മോഷണ കേസിൽ ദേവസ്വം ബോർഡ് അപ്പാടെ പ്രതിക്കൂട്ടിലാകുന്നത്? അല്ല, അതെന്താണെന്നുള്ളത് നോക്കട്ടെ, എന്താ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിയിട്ട് ഞാൻ പ്രതികരിക്കാം. ഇപ്പോൾ അങ്ങനെ ഒരു ഞാൻ ഗസ് ചെയ്തിട്ട് എന്തെങ്കിലും പറയുന്നത് ശരിയല്ലല്ലോ. അതെന്താ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളുടെ ഭാഗത്തെ പെശകിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കിയിട്ട് ഞാൻ പ്രതികരിക്കും. ഈ കട്ടളപ്പാളി അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ആ വിവരം പ്രസിഡന്റ് അറിഞ്ഞിരുന്നുവല്ലോ. പ്രസിഡന്റ് അന്ന് കുറിപ്പ് കൊടുത്തത് ഈ ദ്വാരപാലക കവചത്തിന്റെ കാര്യത്തിൽ അങ്ങ് കൊടുത്ത കുറിപ്പ് ശസ്ത്രവിധി പ്രകാരം ചട്ടപ്രകാരം കൊടുത്തുവിടാനുള്ളതായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ അതിനകത്തൊരു ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ കട്ടളപ്പാളി സ്വർണം പൂശാൻ കൊണ്ടുപോയപ്പോൾ? അല്ല, കട്ടളപ്പാളി സ്വർണം പൂശാൻ കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് നമ്മളൊക്കെ പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ പുതിയ കട്ടളപ്പാളി നിർമ്മിച്ച് നൽകുന്നു എന്നാണ് അന്നത്തെ പറഞ്ഞായിട്ടാണ് എൻ്റെ ഓർമ്മ. എന്താ അന്നത്തെ പേപ്പറുകൾ നോക്കിയിട്ട് നമുക്ക് പറയാം. ഇപ്പം എനിക്ക് അതിൻ്റെ ഈ പറഞ്ഞതുപോലെ ഓർമ്മയിൽ നിന്ന് അങ്ങനെ പറയാൻ കഴിയും. അപ്പം അതുകൊണ്ട് കട്ടളപ്പാളിയുടെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു കുറിപ്പോ മറ്റു കാര്യങ്ങളോ കൊടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതായത് കട്ടളപ്പാളി അവിടെ നിന്ന് കൊണ്ടുപോകുന്ന വിവരം അന്ന് പ്രസിഡന്റ് അറിഞ്ഞിരുന്നില്ല, അഥവാ അതുമായി ബന്ധപ്പെട്ടൊരു ഫയൽ നീക്കുമ്പോൾ പ്രസിഡന്റിന്റെ ഇതിലുണ്ടായിട്ടില്ല അല്ലേ? ഉണ്ടായിട്ടില്ല. പുതിയ കട്ടളപ്പാളി കൊണ്ടുവെക്കുന്നു എന്നുള്ളതാണല്ലോ. തടി ഇവിടെ കോട്ടയം ജില്ലയിൽ നിന്ന് ഇവിടുന്ന് എടുത്തിട്ട് അവിടുന്ന് പണിഞ്ഞു കൊണ്ടുവരുന്നു എന്നാണ് കേട്ടത്. അതല്ലാതെ എന്തെങ്കിലും എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. നമുക്ക് നോക്കാം, എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ശ്രീ പത്മകുമാർ, ഇതിന് ശേഷം ഈ സ്വർണ്ണപ്പാളി, ഈ കട്ടളപ്പാളി തിരിച്ചു കൊണ്ടുവരുമ്പോൾ കോട്ടയത്ത് അമ്പലത്തിൽ നിന്ന് പൂജിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഘോഷയാത്രയിൽ അങ്ങടക്കമുള്ളവരുണ്ടായിരുന്നു, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ജയറാമിനും ഒപ്പം. അല്ല, അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അറിയിച്ചത് അവിടുത്തെ ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതി അംഗങ്ങളാണ്. അവര് പറഞ്ഞത് അവിടുന്നാണ് തടിയെടുത്ത് പുതിയ കട്ടളപ്പടി ഇതുണ്ടാക്കിയത്. അവിടുന്ന് വിടുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടാവണമെന്നുള്ള അവരുടെ ആവശ്യപ്രകാരമാണ് ഞാനന്ന് പോയതെന്നാണ് എൻ്റെ ഓർമ്മ. അതല്ലാതെ ഈ ഇങ്ങനൊരു കട്ടളപ്പടി അയാൾ കൊണ്ടുപോകുന്നോ അല്ലെങ്കിൽ അവിടുന്ന് വെളിയിൽ കൊണ്ടുപോകുന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടല്ലോ. ഈ കട്ടളപ്പാളി സന്നിധാനത്തിന് പോയ വിവരം അങ്ങ് അറിഞ്ഞിട്ടേയില്ല? അങ്ങനത്തെ കൊണ്ടുപോകാൻ സമ്മതിക്കൂലല്ലോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് കോടതി മോഷണത്തിന് അങ്ങടക്കമുള്ള ദേവസ്വം ബോർഡ് പ്രതിസ്ഥാനത്ത് വരികയാണ്. നോക്കിയിട്ട് ഞാൻ അതിനെപ്പറ്റി പ്രതികരിക്കാം. ഞാൻ ഇപ്പം അത്രേ പറയുന്നുള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു പെശവും എൻ്റെ ഭാഗത്തു നിന്നുണ്ടായതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനങ്ങനെ അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്തിട്ടില്ല. കോടതിയിൽ വരട്ടെ, അപ്പം നമുക്കതിനെ നിയമപരമായിട്ട് നേരിട്ട് എന്താ ആവശ്യമെന്ന് വെച്ചാൽ പറയാം. ഇതിപ്പോ ഇത് രാഷ്ട്രീയമായി കൂടി പ്രതിപക്ഷത്തിനൊരു ആയുധമായി മാറുമല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ പ്രതിപ്പട്ടികയിലേക്ക് വരുമ്പോൾ. അല്ല, അങ്ങനെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്
ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ പമ്പാ സംഗമം നടക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആക്ഷേപം ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ വെളിയിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വരാൻ പിന്നെ പോകുന്നില്ല. പക്ഷേ ഇക്കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കിയിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ അന്നത്തെ കാലത്ത് ഈ വെള്ളപ്പൊക്കം, കോവിഡ്, സ്ത്രീ പ്രവേശന പ്രശ്നങ്ങൾ ഇതൊക്കെ നടക്കുന്ന ഘട്ടത്തിലാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നത്. അന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ മാധ്യമങ്ങളും ഉൾപ്പെടെയുള്ളവർ എൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നോക്കാം, എന്താ സംഭവിച്ചതെന്ന് നോക്കിയിട്ട് നമുക്ക് പറയാം. ഈ ശ്രീ പത്മകുമാർ, ഈ 2019 തന്നെ ഈ സ്വർണ്ണപ്പാളിയിൽ ദ്വാരപാലക കവചത്തിനാണെങ്കിലും ശരി, കട്ടളപ്പാളിയിലാണെങ്കിലും ശരി, വാതിലിനാണെങ്കിലും ശരി, സ്വർണം പൂശാൻ വേണ്ടിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും തിരഞ്ഞെടുത്തു എന്നുള്ളതിൽ ഒരു ദുരൂഹതയില്ലേ ശ്രീ പത്മകുമാർ? ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ വക കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവത്തോടുകൂടി തന്നെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് ഈ 2017, 18, 19 അവിടെ വന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2007 അയാള് ഒരു കീഴ്ശാന്തിയുടെ സഹായിയായിട്ട് അവിടെ വരുന്ന, ആലപ്പുഴക്കാരനായ ഒരു കീഴ്ശാന്തിയുടെ സഹായിയായിട്ട് അവിടെ വരുന്നത്. അങ്ങനെ വന്ന ആള് അതിനു മുമ്പ് പിന്നെ ബാംഗ്ലൂരിലൊരു അയ്യപ്പ ക്ഷേത്രത്തില് പൂജാരിയായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കാലഘട്ടത്തിൽ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടോ, ഇതൊക്കെയുള്ളത് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ പരിശോധിച്ചിട്ട് ഇയാൾ എങ്ങനെ അവിടെ വന്നു എന്നും ഇയാൾക്ക് എങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണം. അപ്പം മാത്രമല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഞാൻ വ്യക്തമാക്കാൻ വേണ്ടി അങ്ങയുടെ വീട്ടിൽ വരികയോ അതല്ലെങ്കിൽ അങ്ങ് സന്നിധാനത്ത് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് അങ്ങയുടെ ഓഫീസിൽ നിത്യസന്ദർശകനാവുകയോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല. ഇതുപോലുള്ള ചില കാര്യങ്ങളുമായി അന്ന് ഏതാണ്ട് കത്തുമായിട്ട് വന്നതല്ലാതെ മറ്റൊരു കാര്യത്തിന് എന്തൊക്കെ വരികയോ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. ഈ കട്ടളപ്പാളിയുടെ കാര്യത്തിൽ അങ്ങയ്ക്ക് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് അറിയുക പോലുമില്ല, അത് മോഷണമാണ് നടന്നത്, അങ്ങയുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ അങ്ങ് ഫയൽ നീക്കാതെ നടത്തിയ ഒരു കാര്യത്തിൽ അങ്ങ് പ്രതിസ്ഥാനത്ത് വരുന്നു എന്നുള്ളതിൽ അങ്ങയ്ക്കൊരു അത്ഭുതമുണ്ടോ? സംശയം എന്താ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ അതിൻ്റെ അവിടുത്തെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അവിടെ കട്ട്ള എല്ലാം കൂടെ പോയിരിക്കുകയാണ്. ആ കട്ട്ള അടിയന്തരമായിട്ട് നന്നാക്കണം, അവിടെ എലി ഉൾപ്പെടെയുള്ളത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇനി പുലി കയറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നൊക്കെയാണല്ലോ നമ്മുടെയൊക്കെ പറയണേ. അപ്പം അന്ന് ഇതുപോലെ ഞാൻ പറഞ്ഞിട്ട് റിപ്പോർട്ട് തരാൻ പറഞ്ഞു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഞാൻ പുതിയ കട്ടളപ്പടി നിർമ്മിച്ച് നൽകാനല്ലേ നമ്മൾ ആവശ്യപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ പുതിയ കട്ടള നിർമ്മിക്കാനല്ലേ ഇത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കുന്നുണ്ടോ? അന്നത്തെ കാലഘട്ടത്തിൽ ഇതേപോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ബോർഡ് അറിഞ്ഞുകൊണ്ടാണ് എന്ന് പറയുന്നതിനോട് യാതൊരു യോജിപ്പും എനിക്കില്ല. അന്നത്തെ തീരുമാനം ബോർഡിന്റെ എന്താണെന്നുള്ളത് നോക്കട്ടെ, അത് പരിശോധിച്ചിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇനിയിപ്പോ SIT സ്വാഭാവികമായി അങ്ങേ ചോദ്യം ചെയ്യാനും മൊഴിയെടുക്കാനും ഒക്കെ വിളിക്കും. അപ്പൊ ഞാനിപ്പോ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കോൾ വരുന്നുണ്ട്, ഞാൻ അവസാനിപ്പിക്കുക. ഓക്കെ താങ്ക് യു ശ്രീ പത്മകുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായ പത്മകുമാർ അടക്കമാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. 8ാം പ്രതിയാണ്. അദ്ദേഹം പറയുന്നത് താൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഈ കട്ടളപ്പാളി സ്വർണം പൂശാനായിട്ട് കൊണ്ടുപോകുന്നത് തന്റെ അറിവോടുകൂടിയല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടിയല്ല, അത്തരത്തിലൊരു ഫയൽ നീക്കം താൻ നടത്തിയിട്ടില്ല എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്. താൻ അറിയാത്ത വിഷയത്തിൽ താൻ എങ്ങനെ പ്രതിയായി എന്നുള്ളതാണ് അദ്ദേഹത്തിന് അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യവും. എന്നാൽ ആ സമയത്ത് പുതിയതായിട്ട് ഈ കട്ടളപ്പാളി കൊണ്ടുവരുന്ന സമയത്ത് ഇതേ പത്മകുമാർ തന്നെ കോട്ടയത്ത് തന്നെ അമ്പലത്തിൽ ശബരിമലയിലേക്കുള്ള ആ യാത്രയിൽ ഉണ്ടാവുന്നതിന്റെ ദൃശ്യങ്ങളും റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. റിപ്പോർട്ടർ പുറത്തുവിട്ട ദൃശ്യങ്ങളായിരുന്നു ശബരിമലയിലെ കട്ടളപ്പാളി ഇരിക്കുന്ന സാഹചര്യമുണ്ടായി. ആ ദൃശ്യങ്ങളും നമ്മൾ പുറത്തുവിട്ടു. അത് പിന്നീട് ജയറാം തന്നെ സ്ഥിരീകരിച്ചു. ഫാക്ടറിയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് വെച്ചുള്ള പൂജ നടത്തി, സ്വകാര്യ പൂജ നടത്തി എന്നുള്ള വിവരം സ്ഥിരീകരിച്ചു. ബാംഗ്ലൂരിൽ കൊണ്ട് ആ കട്ടളപ്പാളി പൂജിച്ചു, ആന്ധ്രാപ്രദേശിൽ കൊണ്ട് ആ കട്ടളപ്പാളി പൂജിച്ചു. അപ്പോൾ ഈ പഴയ കട്ടളപ്പാളി കൊണ്ടുപോകുന്നത് തന്റെ അറിവോടുകൂടിയല്ല എന്ന പ്രതിരോധമാണ് ഇപ്പോൾ പത്മകുമാർ സ്വീകരിച്ചിരിക്കുന്നത്.